പ്രാർത്ഥിച്ച് ഈ ആഗമനകാലത്തിൻ്റെ വിവിധങ്ങളാകുന്ന ശുശ്രൂഷയുടെ ഔപചാരിക ഉദ്ഘാടന കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം ചെയ്ത് ഞങ്ങളെ സന്ദർശിച്ച ഞങ്ങളുടെ കർത്താവേ, ആഗമനത്തിൻ്റെ ദിവ്യമായ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുകയാൽ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. 2025 ആണ്ടിൽ ആഗമനത്തിൻ്റെ അനുഗ്രഹപ്രദമായ ഈ നാടുകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവിക വെളിച്ചത്തിനുള്ളിൽ ഞങ്ങൾ നയിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾ കൂടി വന്നതും അല്പസമയം ദൈവസന്നിധി വിനയപ്പെടുന്നതും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അങ്ങനെ അങ്ങയെ കണ്ടെത്തുന്ന, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്ന ദിവ്യമായ സന്തോഷം, ശരിയായ കർത്താവേ ആഗമനം ഞങ്ങൾ അനുഭവിക്കേണ്ടുന്നതിന് സഹായിക്കണം. ക്രിസ്തു മുഖാന്തരം സകലവും കേൾക്കണം നല്ല പിതാവേ, ആമേൻ. 492 പാട്ട് യേശുവിനെ കാണണം എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് ഇപ്പോൾ ആരംഭിക്കാം. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ, ഹൃദയം തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്നു തരണേ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. ശാന്തമായിരിക്കാം. പ്രത്യേകമായുള്ള പാഠഭാഗത്ത് ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കും. വായിക്കുക നൽകപ്പെടുന്ന പഴയ വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 1 മുതൽ 7 വരെ. എന്നാൽ കഷ്ടത്തിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കിയില്ല.
പണ്ട് അവൻ സെബൂല ദേശത്തിലും നെഫ്താൽ ദേശത്തിലും ഹീനത വരുത്തിയെങ്കിലും പിന്നേരത്തിൽ അവൻ കടൽ വഴിയായ യോർദാൻക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഈട്ടിലർന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അസ്തമയുള്ള ദേശത്ത് പാത്രയുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചില്ലാതെ ജാതി വർദ്ധിപ്പിക്കുന്നു. അവൾ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന മുഖവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥുവിൻ്റെ നാളിലെ പോലെ നീ ഓടിച്ചു കാണിക്കുന്നു. ഉച്ചയുടെ ചവിട്ട് നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം വിരണ്ട വസ്ത്രം ഇറകുപോലെ തീക്ക് ഇരയായി തീരും. നമുക്കൊരു ശിശു വെച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീണാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാക്കിയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈനികരുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഈ വായിച്ചവരുടെ പഴയ ദൈവം അനുഗ്രഹിക്കുമാരുടെ അമ്മ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇടവകയുടെ ക്രിസ്തുമസ് വർഷാന്ത്യ പുതുവത്സര കാലത്തോടനുബന്ധിച്ചുള്ള വിവിധ ശുശ്രൂഷകളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മനോഹരമായ ദിവസത്തിൻ്റെ സന്ധ്യയിൽ ക്രമീകരിക്കുവാനായിട്ട് സർവശക്തൻ ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യേക ശുശ്രൂഷയിൽ അനുകരിക്കുന്ന ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങളെയും കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ആലയത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമപ്പെടുത്തിയ പ്രിയകപ്യാർ കുടുംബത്തെയും സ്നേഹത്തോടെ ഓർക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തിലും നാം ചെയ്തത് സന്ധ്യയിൽ ആലയത്തിൻ്റെ മുൻവശത്ത് ക്രമീകരിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകളും മറ്റലങ്കാരങ്ങളും പ്രാർത്ഥനയോടുകൂടെ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ആ ലൈറ്റുകൾ തെളിയിച്ചുള്ള ഒരു ചെറിയ ശുശ്രൂഷയായിരുന്നു. ഈ വർഷം അത് ഒരു പ്രാർത്ഥനയായി ക്രമപ്പെടുത്തുവാനായിട്ട് ഒരു പ്രേരണ ദൈവിക ആലോചനയായി അത് ഏറ്റെടുത്തു. അപ്രകാരമാണ് നമാലയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നത്. ദീർഘമായ സമയത്ത് ശുശ്രൂഷയൊന്നുമില്ല. എങ്കിലും നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാലത്തിൽ ദൈവമാക്കി വച്ചിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാനാണ് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗമന കാലം എന്ന് കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിലും ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ കേട്ടിരിക്കുകയാണ് ആഗമനകാലം എന്ന്, അല്ലെങ്കിൽ അഡ്വെന്റ് സീസൺ. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പേര് സഭാ കലണ്ടർ അനുസരിച്ച് മനസ്സിലാക്കുന്നത് എപ്പിഫനി എന്നാണ്. എപ്പിഫനി നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. സൺഡേ സ്കൂൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പിഫനി എന്ന ഇംഗ്ലീഷ് വാക്ക് എപ്പിഫാനിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ, ദൈവത്തെ വെളിപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ദൈവം വെളിപ്പെട്ട് കിട്ടുന്ന, ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുത്തി കാണുവാൻ തക്കവണ്ണം കാട്ടിത്തരുന്ന ഒരു പ്രത്യേക സീസൺ. തീർച്ചയായും ഈ പദവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിയാൽ തീർച്ചയായും ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്നതാണ് നാം മനസ്സിലാക്കുക. ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്ന സന്തോഷം. ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, ദൈവം കാണിച്ചു തരികയാണ്. ബത്ലഹേമിൽ ഏതോ ഒരിടത്ത് മറിയ എന്ന ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അവനെ പുൽത്തൊട്ടിയിൽ കിടത്തുന്നു. പിന്നെ ഒന്നോ അധികമോ വർഷങ്ങൾ കൊണ്ട്
വളരെയധികം ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് അവൻ്റെ പ്രാണനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു, നാടുവിടുന്നു. ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ തിരുവഴുത്തിലൂടെ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്നതിൻ്റെ ഭാഗമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ആരാണെന്ന വെളിപ്പെടുത്തൽ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാ എന്ന് നിങ്ങൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോഴും അത് പ്രകാരം നിങ്ങൾ എന്നെ കാണുന്നത് കൊണ്ട് വ്യക്തമാകുന്നുണ്ട്. നിങ്ങളെന്നെ കാണുന്നു, പരിചയപ്പെടുന്നു, ഇടപഴകുന്നു, കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമം നിങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെയാണ് കർത്താവ് സംസാരിച്ചത്. നേരിട്ട് ദൈവം ഇടപെട്ടത് അപൂർവം ചില വ്യക്തികളോട് മാത്രമാണ്. അപ്പോൾ എല്ലാ ജനത്തിനും ഈ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഈ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നേരിട്ട് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. തിരുവചനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയോ ഒക്കെയാണ്, ന്യായപ്രമാണത്തിലൂടെയൊക്കെയാണ് ഈ ദൈവത്തെ മനസ്സിലാക്കുക, അനുഭവിക്കുക. എന്നാൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ കർത്താവിനെ നേരിട്ട് അനുഭവിക്കുവാനുള്ള ഒരു സാധ്യത ദൈവം നമുക്ക് തുറന്നു തരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ദൈവം എങ്ങനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് നൽകിയ ആ വചനങ്ങളാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിലെ 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇത് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇപ്പൊ യെശയ്യാവും ദൈവത്തിൽ നിന്ന് കിട്ടിയ അരുളപ്പാടാണ് പറയുന്നത്. കാണുന്നില്ല, നേരിട്ട് അനുഭവിക്കുന്നില്ല. എന്നാൽ യെശയ്യാവ് ദൈവത്തെ അനുഭവിച്ച ഒരു സംഭവം നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആദ്യ ചില ഭാഗങ്ങളെങ്കിലും, ആദ്യ ചില അധ്യായങ്ങളെങ്കിലും വായിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ നിങ്ങൾ ആദ്യം ചില അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. 1, 2, 3, 4, 5, 6 അധ്യായം വരെയും യെശയ്യാവ് എന്ന പ്രവാചകൻ മശിഹായെ കുറിച്ച് ഒരുപാട് പ്രവചിച്ച പ്രവാചകനാണ്. ഈ 6 അധ്യായം വരെയും മശിഹ അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ രക്ഷകൻ എന്നുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ ജനത്തിന്റെ പാപത്തെക്കുറിച്ചും മടങ്ങിവരവിനെ കുറിച്ചും ഒക്കെയാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഒരു സംഗതിയുണ്ട്. അയാൾ ദൈവാലയത്തിലായിരിക്കുമ്പോൾ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കാണും. ഇതാണ് യെശയ്യാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഞാൻ പറഞ്ഞു, എപ്പിഫനി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ദൈവം തന്നെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ശരിക്കും ഒരു എപ്പിഫനി ആയിരുന്നു യെശയ്യാവിന് ദൈവാലയത്തിലെ ആ കാഴ്ച. എപ്പിഫനി അയാൾ കാണുകയാണ് ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. കണ്ടപാടെ ആ ദൈവത്തിന്റെ ചുറ്റും സാറാഫുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മനസ്സിലാക്കിയതോടെ അയാൾ നിലവിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനാണ്. അശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ നടുവിലാണ് ഞാൻ വസിക്കുന്നത്. എൻ്റെ കണ്ണ് കർത്താവിനെ കണ്ടല്ലോ എന്നാണ്. അശുദ്ധിയെക്കുറിച്ചുള്ള ബോധം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ അഡ്വന്റ് സീസണിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ, ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, കർത്താവെ അങ്ങ് ആരെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നായിരിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രസംഗങ്ങളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ കേട്ട ദൈവമല്ല ദൈവം, നിങ്ങൾ അനുഭവിച്ചറിയാം. മോശയ്ക്ക് പൂർവികരിലൂടെ, അവരുടെ മാതാപിതാക്കളിലൂടെയും അല്ലെങ്കിൽ ഒപ്പം വസിച്ചിരുന്നവരിലൂടെയൊക്കെ ദൈവത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. ഇത് ദൈവത്തെ ശരിക്കും കാണുന്നത്, ദൈവം ശരിക്കും വെളിപ്പെട്ട് കിട്ടുന്നത് 80-ാമത്തെ വയസ്സിൽ മുൾപ്പടപ്പിലാണ്, ഹോറേബിൽ. അതിനുശേഷം ജീവിതം മാറി മറിയുന്നു.
ശമൂവേൽ എന്ന കുഞ്ഞ് ദൈവാലയത്തിലാണ് ദിനം പ്രതി ജീവിതം നയിച്ചിരുന്നത് ഏലി പുരോഹിതനോടൊപ്പം. അതുവരെ ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ അനുഭവം അവനുണ്ടാകുന്നത് ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം വിളിക്കുന്ന വിളി അവൻ കേൾക്കുകയും 4ാമത്തെ പ്രാവശ്യം അടിയൻ ഇതാ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പ്രതികരിച്ചതിന് ശേഷമാണ്. അപ്പൊ നമുക്കിങ്ങനെ വെറുതെ ഒരു ക്രിസ്മസ് ആഘോഷിക്കും. രണ്ടാമതൊരു തലമുണ്ട് ഈ കർത്താവിനെ വെളിപ്പെടുത്തി കിട്ടിയിട്ട് ആ ദൈവത്തെ അനുഭവിച്ചുകൊണ്ടും ആഘോഷിക്കും. ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഇടവകയിലെ സഹോദരങ്ങൾ അവരൊക്കെ ഇരിക്കുന്നതിൽ അധികം സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ ചേർന്ന് ആലയത്തെ ഭംഗിയായിട്ട് അലങ്കരിച്ചു. അഭിനന്ദനാർഹമാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരും ലൈറ്റൊക്കെ തെളിയിച്ചപ്പോൾ കണ്ടുനിന്ന ഞങ്ങളെല്ലാവരും പറഞ്ഞ ആയി അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. നിങ്ങളിത് കാണും. ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളും പറയും നല്ല ഭംഗിയുണ്ടെന്ന് നിങ്ങളും പറയും അല്ലേ? നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ഈ ലോകത്തിലെ ചില ഭംഗിയുള്ള കാഴ്ചകളെ കണ്ടിട്ട് ആയി കൊള്ളാം എന്ന് പറഞ്ഞിരിക്കണൊക്കെയാണ്. ഹായ് കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളി അടിപൊളി. ശരിക്കൊരു ക്രൈസ്തവൻ ഇത് പറയേണ്ടത് യഥാർത്ഥമായി കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ്. ഹായ് ഓ ദൈവം. അതിന് കഴിയുമോ? അതിന് കഴിയുമെങ്കിൽ ഈ എപ്പിഫനി കൊണ്ട്, അഡ്വന്റ് സീസൺ കൊണ്ട്, ആഗമന കാലം കൊണ്ട് പ്രയോജനമാണ്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ വരുന്നു, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്വിച്ച് ഇടുന്നു, സ്റ്റാർ കത്തുന്നു, ലൈറ്റുകൾ കത്തുന്നു, ഹായ് കൊള്ളാം, അതും കൊള്ളാം. പക്ഷെ ദൈവം നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ചില വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം ആ പാട്ടെടുത്ത് പാടിയത്. യേശുവിനെ കാണണം. നിങ്ങളുടെ ധ്യാനമാക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയാക്കുക. കർത്താവേ, എനിക്ക് ഈ സീസണിൽ ഈ നല്ലൊരു പീരീഡാണ് കേട്ടോ, എനിക്ക് അങ്ങേ കാണണം. ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് സാധിപ്പിച്ചു തരും. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ പാളയത്തിന് പുറത്താണ് ജീവിച്ചത്. പാളയം എന്ന് പറയുമ്പോൾ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഇടം. അതിന് പുറത്ത് ആൾക്കാരില്ലാത്തടത്താണ് അവനെ പാർപ്പിച്ചിരുന്നത്, പാർത്തത്. എന്നാൽ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് അവൻ മുട്ടുകുത്തിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായിട്ട് അങ്ങേക്ക് കഴിയും. അവൻ ആഗ്രഹമുണ്ട്. കർത്താവേ, നീ മനസ്സ് വെച്ചാൽ എനിക്ക് സൗഖ്യമാകും. അവൻ ആഗ്രഹമുണ്ട്, അതവൻ പറയുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, കർത്താവെ ശരിക്കും നിന്നെ കാണണം, ശരിക്കും നിന്നെ അനുഭവിക്കണം. അത് നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥനയായി, നിങ്ങളുടെ ആവശ്യമായി, നിങ്ങളുടെ ആഗ്രഹമായിട്ട് സമർപ്പിച്ചാലുണ്ടല്ലോ, ദൈവം അത് നടത്തിത്തരും. ദൈവം അത് നടത്തിത്തരും. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ മാത്രമാണ് വാർദ്ധക്യം വന്ന് മരിക്കുന്നത്. യോഹന്നാനാണ്. ഈ യോഹന്നാൻ മരിക്കുന്നതിന് മുൻപ് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാഴ്ചകൾ കണ്ട് അതിനെ കുറിച്ച് വയ്ക്കുന്നുണ്ട്, എഴുതി വയ്ക്കുന്നത്. അതാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകത്തിൽ ചില സ്വർഗീയ കാഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട്. പറഞ്ഞ് എഴുതിപ്പിക്കുന്നില്ല, ഇതിലൂടെ പറഞ്ഞാണ് നടത്തുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, വെളിപാട് പുസ്തകം 4 അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ വേറെ പുസ്തകം പലരും കൊണ്ടുവരാനായിട്ട് മറന്നിരിക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. കാരണം സാധാരണ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. കുഴപ്പമില്ല, കേട്ടിരുന്നാൽ മതി. വെളിപാട് 4 അതിൻ്റെ 2. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ല്. ഇപ്പോ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ യോഹന്നാൻ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ വച്ച്
ഉപമിക്കുകയാണ്. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം അയാൾ കണ്ടു, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്തിനോടൊക്കെയോ വെച്ച് ഉപമിച്ച് പറഞ്ഞു തരും. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ച വില്ല്. പിന്നെ പറയുന്നുണ്ട് 21-ാമത്തെ അധ്യായത്തിലേക്ക്, 21-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. 21-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. അവിടെ പ്രകാശിക്കാനായിട്ട് സൂര്യന്റെയും ചന്ദ്രന്റെ ആവശ്യമില്ല. നമുക്ക് പകൽ സൂര്യന് വേണം, രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും വേണം, അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ദൈവത്തിന്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവം അത്രയും വെളിച്ചമാണ്. ദൈവം അത്രയും വെളിച്ചമാണ്. പൂർവികർ ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ പൂർവ്വകാലം പഠിക്കുമ്പോൾ ഈ വലിയ വെളിച്ചങ്ങളെ, പ്രത്യേകിച്ച് സൂര്യ നമസ്കാരമൊക്കെ നമ്മൾ കേട്ടിരിക്കും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവർ സൂര്യനെ കണ്ടപ്പോൾ വലിയ വെളിച്ചമായിട്ട് അതിനെ ആരാധിക്കുക. ദൈവം വെളിപ്പെട്ട് കിട്ടിയാൽ, ദൈവം എത്രമാത്രം വെളിച്ചമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആരാധനയുടെ രീതി മാറത്തില്ലേ? മനസ്സിലാവുണ്ടോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞാൻ നിങ്ങളെ കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ അല്ല ശരിക്കും ദൈവം. ഞാൻ നിങ്ങൾ കണ്ടതും കേട്ടതോ അറിഞ്ഞതോ അല്ല ശരിക്കും ദൈവം. നമ്മുടെ ചെറിയ ചെറിയ അറിവിൽ നിന്ന് നമ്മൾ എവിടെ നിന്നൊക്കെ ഓടിച്ച് വായിച്ചതും കേട്ടതും ഒക്കെ വെച്ച് ദൈവത്തെ അളന്ന് വച്ചിരിക്കുക. ഇങ്ങനെയാണ് അല്ല. കാണാനും കേൾക്കാനും അറിയാനും ഒത്തിരി ഉണ്ട്. 21-ാമത്തെ വാക്യം ഇങ്ങനെ നമുക്ക് കാണാം. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണ്ണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധി രത്നം. 12 മുത്തുകളെ കുറിച്ച് പറയാം. ഇതെല്ലാം കൂടെ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി, ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ അറിയാതെ എങ്ങനെ ഹായ് കൊള്ളാം. ഈ എപ്പിഫനി അതിന് ദൈവം സഹായിക്കുന്നതാകട്ടെ. ആഗ്രഹിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു കൊച്ചു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അമ്മ അനുഭവിച്ചതാണ്. ഒരു സമയത്ത് വല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റം പറ്റി എന്നുള്ളൊരു സാഹചര്യത്തിൽ അമ്മ ഇങ്ങനെ ബോധം കെട്ട് കിടന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. എല്ലായിടത്തും ഇങ്ങനെ കണ്ണാടിക്കൊത്ത തിളക്കമുള്ള ഇടത്തുകൂടെ, സ്വർണ്ണ നഗരത്തിലൂടെ ആരോ ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലുള്ളൊരു കാഴ്ച. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് വെളിപാട് പുസ്തകത്തെ കുറിച്ചൊന്നും അത്ര ഗ്രാഹ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ അറിവിനെ താഴ്ത്തി കെട്ടിയല്ല, വായിച്ചിട്ടുണ്ടാവും. കുറച്ചധികം കാര്യങ്ങൾ അമ്മ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, കണ്ടിരിക്കാം ആ പ്രത്യേക സാഹചര്യത്തിൽ. അതുപോലൊരു കാഴ്ച പിന്നെ കണ്ടിട്ടില്ല എന്ന് പിന്നെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പറയാനാണ് സാധ്യത. കാരണം കണ്ടുവെങ്കിൽ ഞങ്ങളോട് തീർച്ചയായിട്ടും പറയും. ആഗ്രഹിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പിഫനി ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണ്. വെറുതെ കുറച്ച് അലങ്കാരങ്ങളിലോ ആഡംബരങ്ങളിലോ ആഘോഷങ്ങളിലോ ഒതുക്കി തീർക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കങ്ങനെ കാണണം, എനിക്കങ്ങനെ കാണണം, എനിക്കങ്ങനെ കാണണം. ദൈവം അതിനെ സഹായിക്കട്ടെ. ആമേൻ. എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കും. കണ്ണുകളെ അടച്ചു മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരൊറ്റ ആഗ്രഹം, എപ്പിഫനി, കർത്താവേ എനിക്കങ്ങനെ കാണണം, വെളിപ്പെടുത്തി തരണമേ.
ഞാൻ കാണുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പിലേക്ക് അങ്ങ് വരണം. അതിന് തടസ്സമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശുദ്ധ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിരസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുക എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിരസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുക എന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധ സ്തുതിക്കും വീട് ദൈവമക്കൾക്കുള്ള ആശ്രയം, പരിരസിക്കും സ്വർണ്ണ തെരുവീതിയിൽ അതികുതുക എന്നോ ഞാൻ ചേർന്നിടും. ആഗ്രഹത്തോട് കർത്താവ് അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ്. ഞങ്ങൾ അറിഞ്ഞതല്ല, ഞങ്ങൾ അനുഭവിച്ചതല്ല, ഞങ്ങൾ ഇതുവരെ കണ്ടതോ കേട്ടതോ ഒന്നുമല്ല അവിടുന്ന്. ഈ എപ്പിഫനിയുടെ കാലം ദൈവം തന്നെ മാനവരാശിക്ക് വെളിപ്പെടുത്തിയ കാലം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള അത്ഭുതങ്ങളെ കാണേണ്ടത് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്നു തരണമേ. ഞങ്ങൾ അങ്ങേ കാണട്ടെ. ഈ ലോക കാഴ്ചകളുടെ ഞങ്ങൾ അതിശയിച്ച് അമ്പരന്ന്, ഓഹ് എന്ത് ഭംഗി, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തന്നെ മതിമറന്ന് നിൽക്കുമ്പോൾ തമ്പുരാനെ ശരിക്കും ഒരു നോക്ക് ഞങ്ങൾ അങ്ങേ കണ്ടാൽ ഞങ്ങളുടെ ജീവിതം എത്രമാത്രം ധന്യമാണ്. അർത്ഥമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമല്ല. ഈ ലോകത്ത് ജീവിച്ച് കർത്താവെ അങ്ങില്ലാതെ ഈ ലോകത്തുനിന്ന് വിട പറയുവാൻ ഞങ്ങൾ അനുവദിക്കരുത്. അങ്ങേ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം, വാഞ്ച ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. ഈ പ്രിയമക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, ക്രിസ്തുമസ് വർഷാന്ത്യ പുതുവത്സര കാലത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇടവകയിൽ ക്രമപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും അങ്ങേ സാന്നിധ്യം അങ്ങ് പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഓരോ ശുശ്രൂഷയും താല്പര്യത്തോടെ പങ്കെടുക്കുവാൻ അവിടുത്തെ മക്കളെ ഒരുക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും. ദൈവം ഇത് ചടങ്ങുകളാൽ കർത്താവെ വെറുതെ പോകുന്ന അനുഭവങ്ങളായി തീരുവാൻ അവിടുന്ന് അനുവദിക്കരുത്. എല്ലാ മക്കളും താല്പര്യത്തോടെ കടന്നു വന്ന് അങ്ങയെ കണ്ടുമുട്ടുന്ന, അങ്ങയെ കണ്ടെത്തുന്ന, അങ്ങ് തന്നെ പ്രിയ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദിവ്യ അനുഭവങ്ങളാക്കി രൂപപ്പെടുത്തണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുക. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്ന സകല അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നല്ല ചോര കൊണ്ട് ഞങ്ങളെ കരുതണം, മുദ്രണം ചെയ്യണം. അത് അവിടുന്ന് സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തുക. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഈ അനുഭവങ്ങൾക്കും ഈ ഒരുക്കങ്ങൾക്കും പിന്നിൽ അധ്വാനിച്ച എല്ലാ സഹോദരങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ചിലവിട്ടവരെയും സമർത്ഥമായ അനുഗ്രഹിക്കും. എല്ലാ ക്രിസ്തുയേശു മുഖാന്തരം യാചിക്കുന്നു കേൾക്കണം പിതാവേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ദിവ്യ അനുഗ്രഹം നമ്മേവരോട് കൂടിയിരിക്കുകയും ഈ ആഗമന കാലത്ത് അവിടുന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ.